നമസ്കാരം. എല്ലാവർക്കും ആൽഫയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 9ാം ക്ലാസ്സിന്റെ ഫിസിക്സിന്റെ ബാക്കിയുള്ള ഭാഗത്തെക്കുറിച്ച് സംസാരിക്കാം. അതിനു മുൻപ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് നമുക്കൊന്ന് അവലോകനം നടത്താം. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ആക്ച്വലി വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് capillarity and the reasons for capillarity. For studying those reasons, we are discussed about two major forces. They are cohesive force and adhesive force, and how they are relating in the capillarity. അഥവാ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേശികത്വത്തെ കുറിച്ചാണ് പഠിച്ചത്. കേശികത്വത്തിന്റെ കാരണം പറയാനായി നമ്മൾ രണ്ട് തരത്തിലുള്ള ബലങ്ങളെ കുറിച്ച് സംസാരിച്ചു. അഡിഷൻ ബലവും കൊഹിഷൻ ബലവും. അഡിഷനും കൊഹിഷനും എങ്ങനെയാണ് ഇവർ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ പറയുന്ന കേശികത്വവുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഈ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് കാപ്പിലാരിറ്റിയുമായി ബന്ധപ്പെട്ട് കാപ്പിലറി റൈസ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ കാപ്പിലറി ഡിപ്രഷൻ ഉണ്ടാകുന്ന, കേശിക ഉയർച്ച ഉണ്ടാകുന്ന അല്ലെങ്കിൽ കേശിക താഴ്ച ഉണ്ടാകുന്ന ആ നേരിയ കുഴൽ. നമ്മൾ പറഞ്ഞു എന്താണ് കാപ്പിലാരിറ്റി എന്ന് പറഞ്ഞു. എന്തായിരുന്നു കാപ്പിലാരിറ്റി അഥവാ കേശികത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിയ കുഴലുകളിലൂടെയോ നേർത്ത സുഷിരങ്ങളിലൂടെയോ ദ്രാവകങ്ങൾ അസ്വാഭാവികമായി അല്ലെങ്കിൽ സ്വാഭാവികമായി ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ കേശികത്വം എന്ന് വിളിച്ചത്. ദ റൈസ് ഓർ ഡിപ്രഷൻ ഓഫ് എ ലിക്വിഡ് ത്രൂ എ നാരോ ട്യൂബ് or a small hole is called capillarity. അവിടെ നമ്മൾ എടുത്ത ആ ഒരു ട്യൂബിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, അല്ലെങ്കിൽ ആ ട്യൂബിന്റെ കനവുമായി, ട്യൂബിന്റെ ഡയമീറ്ററുമായി, ട്യൂബിന്റെ വ്യാസവുമായി, ട്യൂബിന്റെ വ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്തരത്തിലിരിക്കുന്ന ഒരു ട്യൂബിന്റെ ഈ പറയുന്ന അതിന്റെ വലിപ്പം, കുഴലിന്റെ വലിപ്പവുമായി എന്തെങ്കിലും ഇതൊരു ബന്ധമുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ പരിശോധിക്കാനായി പോകുന്നത്. ഈ ഒരു സെക്ഷൻ വളരെ പെട്ടെന്ന് കഴിയും, പഠിക്കാൻ വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത്, ഞാനൊരു 3-4 കുഴലുകൾ എടുക്കുകയാണ്. ഇത് വളരെ നേരിയ ഒരു കുഴല്, അതിനേക്കാൾ കനം കൂടിയ മറ്റൊരു കുഴല്, അതിനേക്കാൾ കനം കൂടിയ മറ്റൊരു കുഴല്, ഏറ്റവും കനം കൂടിയ കുഴൽ. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾ വിചാരിക്കേണ്ടത് ഞാൻ നിങ്ങൾ പഠിക്കാനുള്ള അല്ലെങ്കിൽ കാണാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഇത്രയും വലിപ്പത്തിൽ വരച്ചിരിക്കുന്നത്. ഇത്രയും വലിപ്പമൊന്നും യഥാർത്ഥത്തിൽ വരുന്നതല്ല, പക്ഷേ കാണാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത്തരത്തിൽ വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെ ABCD എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ കേശിക കുഴലുകളാണ് ഈ നൽകിയിരിക്കുന്നത്, കാപ്പിലറി ട്യൂബ്സ് ആണ് ഈ നൽകിയിരിക്കുന്നത്, അഥവാ നാരോ ട്യൂബ്സ് ആണ് ഈ നൽകിയിരിക്കുന്നത്. ഇതിനെ ഞാൻ ഒരു ലിക്വിഡിനകത്തേക്ക് ഇറക്കി വെക്കാൻ പോവുകയാണ്. ഞാൻ എടുക്കുന്ന ലിക്വിഡ്, അപ്പൊ ഞാൻ ഒരു 2 ചോദ്യങ്ങൾ ചോദിക്കാം. ഒന്ന്, ഞാൻ എടുക്കുന്ന ലിക്വിഡിൽ ഈ പറയുന്ന കാപ്പിലറി ട്യൂബിനകത്തേക്ക് ഈ ലിക്വിഡ് റൈസ് ചെയ്യുകയാണെങ്കിൽ, ലിക്വിഡ് ഉയരുകയാണെങ്കിൽ അത് ഏത് ലിക്വിഡ് ആയിരിക്കും, ഏത് ദ്രാവകമായിരിക്കും? ജലമായിരിക്കും. എന്നാൽ ഇതിനകത്തേക്ക് സാധനം താഴുകയാണ് ചെയ്യുന്നതെങ്കിൽ, അപ്പോ അതായത് കുഴലിന്റെ താഴേക്കാണ് പോകുന്നതെങ്കിൽ, താഴുകയാണ് ചെയ്യുന്നതെങ്കിൽ അത് എന്തായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ? മെർക്കുറി ആയിരിക്കും എന്ന് പറഞ്ഞു. മെർക്കുറി അഥവാ രസം, മെർക്കുറി അഥവാ രസമായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോ ഇത് റൈസ്, ഇത് ഫോള്. അപ്പോ റൈസ് ഉണ്ടാകുന്ന ലിക്വിഡ്, അതായത് കാപ്പിലറി റൈസ് ഉണ്ടാകുന്ന ലിക്വിഡ് ജലമാണെന്നും, കാപ്പിലറി ഡിപ്രഷൻ അഥവാ ഫാൾ ഉണ്ടാകുന്ന, അതിന് മറ്റൊരു പേരൂടെ പറയാറുണ്ട്, ഡിപ്രഷൻ. അപ്പൊ കാപ്പിലറി ഡിപ്രഷൻ അഥവാ ഫാൾ ഉണ്ടാകുന്ന മെർക്കുറിയാണ്. അപ്പൊ ഞാൻ ഇവിടെ എടുത്ത ലിക്വിഡിനകത്ത് ഇപ്പൊ എനിക്കിത് ഇത്രയും ലിക്വിഡ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. ഇത്രയും ലിക്വിഡ് ഉണ്ടായിരുന്നു. ഞാൻ ഇതിലെ ഓരോന്നിലെയും കാപ്പിലറി റൈസ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കാണിക്കാം. നോക്കിക്കോണം. ഇതില് കാപ്പിലറി റൈസ് ഇവിടെ വരെയാണ്, ഇവിടെ വരെയാണ്. ഇതിലെ കാപ്പിലറി റൈസ് ഇവിടെ വരെയാണ്. ഇതിലെ കാപ്പിലറി റൈസ് ഏകദേശം ഇവിടെ വരെയാണ്. ഇതിൽ കാപ്പിലറി റൈസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അതുപോലെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇതിന്റെ ഈ ഒരു ഭാഗം, മുകളിലത്തെ ഭാഗം താഴേക്ക് കുഴിഞ്ഞായിരിക്കും ഇരിക്കുന്നത്. അതിന് കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ കാരണം സർഫേസ് ടെൻഷൻ ആണ്, അഥവാ എന്താ വിളിക്കുന്നതിനെ, പ്രതല ബലം കൊണ്ടാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു.
ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, മറ്റുള്ള ട്യൂബിൽ കയറിയതിനേക്കാൾ കൂടുതൽ ഉയരത്തിൽ എ എന്ന് പറയുന്ന ട്യൂബിൽ ലിക്വിഡ് മുകളിലേക്ക് കയറി എന്നുള്ളതാണ് അതിന്റെ മീനിങ്. ഓക്കെ, അപ്പോ ഒന്നാമത്തെ കാര്യം അതാണ്, ലിക്വിഡ് കൂടുതൽ മുകളിലേക്ക് കയറി. ഓക്കെ, വാട്ട് ഈസ് നെക്സ്റ്റ് ഫാക്ട്? രണ്ടാമത്തെ ഫാക്ട് എന്താണ്, അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന കുഴലിൽ എന്താണ്? അതിനേക്കാൾ കുറച്ചുകൂടി താഴെയാണ് അതിന്റെ ഉയർച്ച ഉണ്ടായത്. സിയിൽ അതിനേക്കാൾ കുറച്ചുകൂടി. ഡിയിൽ കുഴലിന്റെ വലിപ്പം നല്ല കൂടുതലായത് കൊണ്ട് തന്നെ വളരെ ചെറിയ രീതിയിലുള്ള അല്ലെങ്കിൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള രീതിയിലുള്ള ഈ എഡ്ജിൽ കൂടി മാത്രമുള്ള റൈസ് ആണ് ഉണ്ടായത്. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഇതിന്റെ റേഡിയസ് അഥവാ ഡയമീറ്റർ കുറയുന്നതിനനുസരിച്ച് ക്യാപ്പിലറി റൈസ് കൂടും. ഓക്കെ, അപ്പോ when the diameter decreases the capillary rise increases. അതായത് കുഴലിന്റെ വ്യാസം എന്ന് പറഞ്ഞാൽ കുഴലിന്റെ വലിപ്പം, കുഴലിന്റെ വ്യാസം കുറയുന്നതിനനുസരിച്ച് അവിടെ കേശിക ഉയർച്ച കൂടുന്നു. വൈ? എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നടക്കുന്നത്? അതാണ് നമുക്ക് അറിയേണ്ട കാര്യം. ഇന്ന് നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്, എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്. ഓക്കെ, ലെറ്റ് മീ ഡിസ്കസ് ഓൺ ദാറ്റ്. നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. എന്താണ് ഈ കാപ്പിലറി ഉയർച്ചയുടെ അല്ലെങ്കിൽ കാപ്പിലറി റൈസിന്റെ റീസൺ ആയിട്ട് നമ്മൾ പറഞ്ഞത്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഗ്ലാസ് ആൻഡ് ദ വാട്ടർ, ഓർ the attraction between the glass and the water is more than that of the attraction between the water molecule, which means എന്താണ്, വാട്ടറും ഗ്ലാസും തമ്മിലുള്ള അട്രാക്ഷൻ, അത് ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങൾ, അതിനെ നമ്മൾ അഡ്ഹീഷൻ എന്നാണ് വിളിച്ചത്. അതിനെ അഡ്ഹീഷൻ എന്ന് വിളിച്ചു. ഓക്കെ, അപ്പൊ ഇവിടെ അഡിഷൻ കൂടുതലായിരുന്നു ആരേക്കാൾ? വാട്ടറും തമ്മിലുള്ള ഫോഴ്സിനേക്കാൾ കൂടുതൽ. ഏതാണ് വാട്ടറും തമ്മിലുള്ള ഫോഴ്സ്? കൊഹസീവ് ഫോഴ്സ് അഥവാ കൊഹിഷൻ. അപ്പോ കൊഹിഷനേക്കാൾ കൂടുതലായിരുന്നു അഡിഷൻ. അതുകൊണ്ടാണ് ഇവിടെ ലിക്വിഡ് കൂടുതലായിട്ട് മുകളിലേക്ക് കയറി പോകുന്നത്. ദിസ് ഈസ് ദ റീസൺ ഫോർ ദ റൈസ് ഓഫ് ദ ലിക്വിഡ്. ലിക്വിഡ് ഉയരാനുള്ള കാരണം അതായിരുന്നു. അതായത് ഇവൻ ഇതിൽ കൂടെ പറ്റിപ്പിടിച്ച് കയറി പോകണമെങ്കിൽ ഇവന്മാർ തമ്മിലുള്ള അട്രാക്ഷൻ, ആകർഷണ ബലം കൂടണം, അട്രാക്റ്റീവ് ഫോഴ്സ് കൂടണം. അങ്ങനെയാണെങ്കിൽ അവിടെ കൂടുതലായിരിക്കുന്നത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് മോളിക്യൂൾസ് തമ്മിലുള്ള, വ്യത്യസ്തങ്ങളായിട്ടുള്ള രണ്ട് തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ്. വ്യത്യസ്തങ്ങളായ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെ, ഡിഫറെന്റ് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷനെ വിളിക്കുന്ന പേരാണ് അഡ്ഹീഷൻ. which means that adhesive force is greater than that of cohesive force. ഓക്കെ, ആ റീസൺ നമുക്കറിയാം. അതുകൊണ്ടാണ് ഇവൻ മുകളിലേക്ക് ഉയർന്നത്. അപ്പോൾ എന്താണ് ഈ പറയുന്ന ഇതിന്റെ ഡയമീറ്റർ കൂടുമ്പോൾ, വലിപ്പം കൂടുമ്പോൾ സംഭവിക്കുന്നത്? ആർക്കെങ്കിലും ഒന്ന് ചിന്തിക്കാമോ? ഓക്കെ, ഫൈൻ. നിങ്ങൾക്ക് ഞാനൊരു ക്ലൂ തരാം. ഈ പറയുന്ന 3 ട്യൂബുകൾ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 4 ട്യൂബുകൾ എടുക്കുകയാണെങ്കിൽ, പോട്ടെ, ഈ 3 ട്യൂബുകൾ എടുക്കാം. ABC എന്ന് പറയുന്ന 3 ട്യൂബുകൾ എടുത്താൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വെള്ളം ഉൾക്കൊള്ളുന്ന ട്യൂബ് ഏതായിരിക്കും? ക്യാൻ യു ഇമാജിൻ ദാറ്റ്? ഏറ്റവും കൂടുതൽ വെയിറ്റ്, ഏറ്റവും കൂടുതൽ ഭാരമുള്ളത്, ലിക്വിഡിന് ഏറ്റവും കൂടുതൽ ഭാരമുള്ളത് എവിടെയായിരിക്കും? സ്വാഭാവികമായും സീലായിരിക്കും. കാരണം അതാണ് കൂടുതൽ വെള്ളത്തെ കൊള്ളുന്നത്. വലിയ ട്യൂബ് ആയതുകൊണ്ട് വലിപ്പമുള്ള പാത്രം. നിങ്ങൾ 2 ഗ്ലാസ് എടുത്തിട്ട്, വലിയ ഗ്ലാസും ഇത് രണ്ടിനകത്ത് എടുത്തിട്ട് ഇതിൽ ഏതിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം കൊള്ളുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് ഇതിലാണ്. അപ്പോ ലിക്വിഡിന്റെ വെയിറ്റ് കൂടുതൽ ഏറ്റവും കൂടുതൽ കൊള്ളുന്ന ഗ്ലാസ്സിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ലിക്വിഡിന്റെ വെയിറ്റ് കൂടുതൽ ഇവിടെയാണ്. ഓക്കെ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു സാധനത്തിന് വെയിറ്റ് കൂടിയാൽ അത് എങ്ങോട്ട് പോകാനുള്ള പ്രവണതയായിരിക്കും കാണിക്കുന്നത്? ഇമാജിൻ, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു ചെളിക്കെട്ടുണ്ട്. ആ ചെളിക്കെട്ടില് ഞാനൊരു ചെറിയ കല്ലെടുത്തിടുന്നു, ഞാനൊരു വലിയ ആനയെ കൊണ്ട് നിർത്തുന്നു. ഓക്കെ, കല്ലും ആനയും കൊണ്ട് ചെളിക്കുണ്ടിന്റെ പ്രത്യേകത, ചെളിയിലേക്ക് ഒരു വസ്തുവിനെ ഇട്ട് കഴിഞ്ഞാൽ അത് താന്നു പോകും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ താന്നു പോകും. നിങ്ങൾ ആലോചിച്ച് പോവുക, കല്ലായിരിക്കുമോ ആനയായിരിക്കുമോ താന്നു പോകാനുള്ള പ്രവണത കൂടുതലായി കാണിക്കുന്നത്? ഡെഫിനറ്റ്ലി ആനയായിരിക്കും. കാരണം ഡ്യൂ ടു ദ വെയിറ്റ്, കാരണം അതിന്റെ ഭാരം, ആനയ്ക്ക് ഭാരം കൂടുതലാണ്, എലിഫന്റിന് ഭാരം കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഭാരം കൂടുമ്പോൾ താഴാനുള്ള പ്രവണതയാണ് കാണിക്കുന്നത്. വിച്ച് മീൻസ് ദാറ്റ് ഈ ട്യൂബിനകത്തെ വെള്ളത്തിന്
ഇവിടെയുള്ള അഡിഷനേക്കാൾ കൂടുതൽ വെയിറ്റ് അനുഭവപ്പെട്ടത് കൊണ്ട് ഇവിടുത്തെ വെള്ളത്തിന് അഡിസ്റ്റീവ് ഫോഴ്സിനേക്കാൾ കൂടുതൽ വെയിറ്റ് അനുഭവപ്പെട്ടാണ് താഴേക്ക് വന്നത്. അപ്പോ വ്യാസം കൂടുമ്പോൾ, ഡയമീറ്റർ കൂടുമ്പോൾ സംഭവിക്കുന്ന കാര്യം ഇതാണ്. അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിന്റെ അല്ലെങ്കിൽ അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന ലിക്വിഡിന്റെ വെയിറ്റ് കൂടും. The weight is much more than that of the adhesive force. ഭാരം എന്ന് പറയുന്നത് അവിടെയുള്ള അഡിഷൻ ബലത്തേക്കാൾ വളരെയധികം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് മുകളിലേക്ക് പോകുന്നതിന് പകരം എങ്ങോട്ടായിരിക്കും വരിക? താഴേക്കായിരിക്കും വരിക. അപ്പോ ഡയമീറ്റർ കൂടുമ്പോൾ സംഭവിക്കുന്നത് ഇതാണ്, അല്ലെങ്കിൽ വ്യാസം കൂടുമ്പോൾ സംഭവിക്കുന്നത് ഇതാണ്. അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന ലിക്വിഡിന്റെ ഭാരം കൂടുന്നു. അത് കാരണം മറ്റുള്ള കുഴലിനേക്കാൾ കൂടുതലായി ഇത് താരാനുള്ള ഒരു പ്രവണതയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ. അറിഞ്ഞിരിക്കേണ്ട ഒരേ ഒരു കാര്യം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരേ ഒരു കാര്യം ഡയമീറ്ററും ക്യാപ്പിലാരിറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണ്. ട്യൂബിന്റെ വ്യാസവും ഈ പറയുന്ന കേശികത്വമായുള്ള ബന്ധം എന്താണ്? സിമ്പിൾ ആണ്. ട്യൂബിന്റെ കനം കുറയുന്നതിനനുസരിച്ച് കാപ്പിലറി ഡിപ്രഷൻ, കാപ്പിലറി റൈസ് ഉണ്ടാകും. ഇൻ ദ കേസ് ഓഫ് വാട്ടർ, മെർക്കുറിയുടെ കേസിലാണ് ഡിപ്രഷൻ ആയിരിക്കും തിരിച്ച്. ഓക്കെ, പരീക്ഷയിൽ ചിലപ്പോ ഈ സാധനം മെർക്കുറി ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ഏറ്റവും കൂടുതൽ ഫോൾ ഉണ്ടാകുന്നത് ഇവനായിരുന്നേനെ, പിന്നെ ഫോൾ ഉണ്ടാകുന്നത് ഇവനായിരുന്നേനെ, പിന്നെ ഫോൾ ഉണ്ടാകുന്നത് ഇവനായിരുന്നേ, ഏറ്റവും കുറച്ച് ഫോൾ ഉണ്ടാകുന്നത്. ഓക്കെ, കേശിക താഴ്ച ഉണ്ടാകുന്നത് മെർക്കുറി ആണെങ്കിൽ ഇങ്ങനെ തിരിച്ചു വന്നേനെ. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഡയമീറ്ററും കാപ്പിലാരിറ്റിയുമായുള്ള ബന്ധം എന്താണ്? വ്യാസവും കേശികത്വവുമായുള്ള ബന്ധം എന്താണ്? വ്യാസം കുറയുന്നതിനനുസരിച്ച് കേശികത്വം കൂടും, അഥവാ ഡയമീറ്റർ ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കാപ്പിലാരിറ്റി ഇൻക്രീസ് ചെയ്യും. ദാറ്റ്സ് വാട്ട് ദ ഫാക്ട് യു ഹാവ് ടു നോ അബൌട്ട്. അതാണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതലായി അറിയേണ്ട കാര്യം. ജസ്റ്റ് മഗ് ഇറ്റ് അപ്പ്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബൈഹാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ബൈഹാർട്ട് ചെയ്യേണ്ട, നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. കാരണം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞ വർഷങ്ങളിലെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, വെരി സിമ്പിൾ ആൻഡ് ഈസി കോൺസെപ്റ്റ്. എന്താണ് അതിന്റെ കാരണം? ഇതിനകത്തുള്ള ലിക്വിഡിന്റെ ഭാരം കൂടുന്നതാണ്, ലിക്വിഡിന്റെ വെയിറ്റ് കൂടുതലാണ്. ഡയമീറ്റർ കൂടുമ്പോൾ വെയിറ്റ് കൂടും. വെയിറ്റ് കൂടിയാൽ അത് അഡിഷൻ ബലത്തെ ഓവർകം ചെയ്യും. അഡിഷൻ ബലത്തേക്കാൾ കൂടുതലായിട്ട് വെയിറ്റ് അനുഭവപ്പെടും. അങ്ങനെയാണെങ്കിൽ ദ്രാവകം, ലിക്വിഡ് താഴേക്ക് പോകും. ഇതാണ് അവിടെ അനുഭവപ്പെടുന്ന ഫിനോമിനൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് വളരെ രസകരമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ കാപ്പിലാരിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാപ്പിലറി റൈസിനും കാപ്പിലറി ഡിപ്രഷനുമുള്ള അല്ലെങ്കിൽ കാപ്പിലറി റൈസ് ഉണ്ടാകുന്ന ചില സിറ്റുവേഷൻസ് അത് നമുക്ക് പ്രയോജനമാണോ പ്രയോജനമല്ലേ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, രണ്ട് കാരണങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, നോക്കിയോണം. ഞാനൊരു പാത്രത്തില് ഒരല്പം വെള്ളം ഒഴിക്കുക. ഒത്തിരി നിരന്നൊരു പാത്രമാണെന്ന് ഇരിക്കട്ടെ. ഞാൻ വളരെ കുറച്ച് വെള്ളം എടുക്കുന്നു. ഇത്രയും വെള്ളം നമുക്ക് വേണ്ട. നമ്മൾ വളരെ കുറച്ച് വെള്ളം ഒഴിക്കുക. അതിനകത്തേക്ക് ഞാനൊരു ഉണങ്ങിയ താബൂക്ക് അല്ലെങ്കിൽ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബ്രിക്ക്, മണ്ണിന്റെ കട്ട, ഞാൻ അത് ഇങ്ങോട്ട് എടുത്ത് വെക്കുകയാണ്. എന്റെ ഒന്നാമത്തെ ചോദ്യം, ഈ വെള്ളത്തെ ഈ കട്ട വലിച്ചെടുക്കുമോ? സിമ്പിളാണ്, വലിച്ചെടുക്കും. ഈ വാട്ടറിനെ ഇത് അബ്സോർബ് ചെയ്യും. ഓക്കെ, ഡെഫിനറ്റ്ലി ഉറപ്പാണ്. വളരെ കുറച്ച് വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ ഈ വെള്ളം മുഴുവനും ഇത് വലിച്ചെടുക്കും. വലിച്ചെടുക്കാനുള്ള കാരണം ഇതിനകത്തുള്ള ടൈനി ഹോൾസ് ആണ്. ടൈനി ഹോൾസ് അല്ലെങ്കിൽ വളരെ ചെറിയ സൂക്ഷ്മങ്ങളായുള്ള സുഷിരങ്ങളാണ് ഇതിനെ വലിച്ചെടുക്കാനുള്ള കാരണം. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ചെയ്തു നോക്കുക. ഒരു ഉണങ്ങിയ കട്ട ഒരു വെള്ളത്തിനകത്തേക്ക് വെക്കുമ്പോൾ ഈ കട്ട വെള്ളത്തെ വലിച്ചെടുക്കുന്നതായിട്ട് കാണാം. ഓക്കെ, ഫൈൻ, അത് നമുക്കറിയാവുന്നൊരു ഫിനോമിനയാണ്. ഞാൻ എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആളുകളൊക്കെ വീട്ടിലെ കൃഷിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും, ഉണക്ക് കാലത്തിന് മുൻപ്, സമ്മർ സീസണ് മുമ്പ് നമ്മുടെ പെരേടമൊക്കെ ഒന്ന് കിളച്ചിടും. എന്തിനാണ് ഈ ഉണക്ക് കാലത്തിന് മുമ്പ് കിളച്ചിടുന്നത്? ആക്ച്വലി മഴക്കാലത്തല്ലേ കിളക്കേണ്ടത്. കാര്യം വീഴുന്ന വെള്ളമെല്ലാം പുറത്തേക്ക് പോകാതെ വെള്ളത്തിന് മണ്ണിലേക്ക് തന്നെ ആഴ്ന്നിറങ്ങാനായിട്ട് നമ്മൾ മഴക്കാലത്തിന് മുമ്പല്ലേ കിളച്ചിടേണ്ടത്. പക്ഷേ നമ്മൾ ചെയ്യുന്നത് അത് സമ്മർ സീസണ് മുമ്പാണ് കിളയ്ക്കുന്നത്. അഥവാ നമ്മൾ ചെയ്യുന്നത് ഇത് വേനൽക്കാലത്തിന് മുമ്പാണ് കിളച്ചിടുന്നത്, കിളച്ച് പരുവപ്പെടുത്തിയിടുന്നത്. എന്തായിരിക്കും ഇതിന് കാരണം? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. JCB വെച്ചൊക്കെ തോണ്ടുന്നതോ അല്ലെങ്കിൽ കിളയ്ക്കുന്നതോ ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും.
ഈ മുകളിലത്തെ ഒരു ലെയർ മണ്ണ് മാറ്റിക്കഴിഞ്ഞാൽ താഴോട്ടുള്ള മണ്ണിന് നല്ല നനവായിരിക്കും. കണ്ടിട്ടുണ്ടോ എപ്പോഴേലും? ഇനി ശ്രദ്ധിക്കുക, ജെസി വെച്ചൊക്കെ മണ്ണ് മാറ്റുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക, മുകളില് വളരെ ഡ്രൈ ആയിട്ടുള്ള ആ ഒരു ഔട്ടർ ലെയർ മാറിക്കഴിഞ്ഞാൽ ഏറ്റവും വെളിയിലുള്ള ആ ഒരു ലെയർ, ആ ഒരു പിന്നെ പാളി അവിടുന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ അടിയിലോട്ടുള്ള നനവുള്ള മണ്ണാണ്. ശരിയല്ലേ? നിങ്ങൾ ചുമ്മാ ഒന്ന് ആലോചിക്കുകയും വേനൽക്കാലമാകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ മണ്ടയിലുള്ള ഈ പറയുന്ന ലെയർ കൂടുതലായിട്ട് ഡ്രൈ ആവാൻ തുടങ്ങും. ലൈക്ക് നമ്മുടെ ഡ്രൈ ബ്രിക്ക് പോലെ, ഉണങ്ങിയ താവുകെട്ട പോലെ. അപ്പൊ ഈ ഉണങ്ങിയ താവുകെട്ട വെള്ളത്തിൽ വെച്ചപ്പോഴത്തേക്ക് എന്താണ് സംഭവിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി? ഈ പറയുന്ന വെള്ളത്തിനെ ഈ കട്ട വലിച്ചെടുത്തു. ശരിയല്ലയോ? ലൈക്ക് ദാറ്റ്. അതുപോലെ തന്നെ ഇവിടെ ഈ കട്ടിയുള്ള ലെയർ, ഈ തറയിലുള്ള നനവുള്ള ലെയറിലുള്ള നനവിനെ ഈ ലെയർ വലിച്ചെടുക്കും, അബ്സോർബ് ചെയ്യും ത്രൂ ഇറ്റ്സ് ടൈനി ഹോൾസ്. ഇത് വലിച്ചെടുത്ത് എവിടെ വരെ പോകും? നിങ്ങൾ ആലോചിക്കുകയാണ്. ഇതിനടിയിലുള്ള വെള്ളത്തിനെ ഇത് വലിച്ചെടുത്ത് ഇവിടുത്തെ ചെറിയ സുഷിരങ്ങൾ വഴി ഏറ്റവും മുകളിലേക്ക് എത്തും. ഓക്കെ? അപ്പൊ ഇതിനടിയിൽ ആകെ ഉണ്ടായിരുന്നത് ഇച്ചിരി നനവാണ് വേനൽക്കാലത്ത്. സമ്മർ സീസണിൽ ഇച്ചിരി നനവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ നനവും ഈ പറയുന്ന ചെറിയ 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 സുഷിരങ്ങൾ വഴി വലിച്ചെടുത്ത് മുകളിലേക്ക് എത്തും. മുകളിലെത്തുമ്പോഴാണ് ഇവിടെ സൂര്യൻ നിൽക്കുന്നത്. സമ്മർ സീസൺ ആണ്, സൂര്യൻ നിൽക്കുന്നത്. നല്ല ശക്തിയായിട്ട് വെയിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വെയിൽ കാരണം ഇവിടെയുള്ള വെള്ളം വേപ്പറായിട്ട് നഷ്ടപ്പെടും. വേപ്പറൈസേഷൻ നടന്ന് അല്ലെങ്കിൽ ബാഷ്പീകരണം സംഭവിച്ച് നഷ്ടപ്പെടും. നിലവിൽ എവിടുത്തെ വെള്ളമാണ് നഷ്ടപ്പെട്ടത്? ഈ മണ്ണിന്റെ അടിയിൽ ഉണ്ടായിരുന്ന നനവ് നഷ്ടപ്പെട്ടു. ഓക്കെ. അപ്പോൾ സമ്മർ സീസണിൽ സാധാ കിടക്കുന്ന ലാൻഡിൽ സംഭവിക്കുന്ന കാര്യം ഇതാണ്. അടിയിലുള്ള മണ്ണിനകത്തുനിന്ന് വെള്ളം ഈ പറയുന്ന ചെറിയ സുഷിരങ്ങൾ വഴി മുകളിലേക്ക് വന്ന് കാപ്പിലറി റൈസ് നടന്ന് അഥവാ കേശിക ഉയർച്ചയുണ്ടായിട്ട് നഷ്ടപ്പെടും. ഓക്കെ? അപ്പോ ഇത് കേശിക ഉയർച്ചയുടെ ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക്. ഇതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം? സിമ്പിൾ. ഇവിടെയുള്ള ചെറിയ സുഷിരങ്ങളുടെ വലിപ്പം കൂട്ടി കൊടുത്താൽ. ചെറിയ സുഷിരമാണെങ്കിലല്ലേ വെള്ളം മുകളിലോട്ട് വരും. വലിയ സുഷിരമാണെങ്കിൽ മുകളിലോട്ട് വരൂലല്ലോ. നമ്മൾ നേരത്തെ ഡയമീറ്ററിന്റെ കാര്യത്തിൽ കണ്ടതുപോലെ വരില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ നമ്മളൊന്ന് പൊടിക്കും, ഇതിനെ നമ്മളൊന്ന് കിളക്കുമ്പോൾ എന്ത് ചെയ്യും? വലിയ വലിയ കട്ടകളായിട്ട് മാറും. കണ്ടോ? ഇങ്ങനെ വലിയ വലിയ കട്ടയായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവൻ ഇങ്ങനെ മേലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ വലിയൊരു ഗ്യാപ്പ് കിട്ടും. അപ്പൊ ഇവന് വീണ്ടും മുകളിലോട്ട് പോകാൻ പറ്റൂല. വിച്ച് മീൻസ് ഇങ്ങനെ കിളച്ചിട്ട് കഴിഞ്ഞാൽ ഇതിനിടയിലുള്ള ഗ്യാപ്പ് കൂടുകയും ഹോൾസിന്റെ വലിപ്പം കുറയുകയും അങ്ങനെ വെള്ളം നഷ്ടപ്പെടുന്നത് തടയുകയും ചെയ്യും. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇതുകൊണ്ടാണ് നമ്മൾ വേനൽക്കാലത്തിന് മുമ്പ് കിളച്ചിടുന്നത്. മഴക്കാലത്തിന് മുമ്പ് കിളയ്ക്കാതെ വേനൽക്കാലത്തിന് മുമ്പ് കിളച്ചിടുന്നതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഇതാണ്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് കാപ്പിലാരിറ്റി. ഇതൊന്ന് ഞാൻ 2 കാരണങ്ങൾ പറയുന്നതാണ് പറഞ്ഞത് അല്ലേ? ഒരു കാരണമുണ്ട്, ഒന്നുകൂടെ, ഒരു സിറ്റുവേഷനിലുണ്ട്. നിങ്ങൾ മൺവിളക്ക് കണ്ടിട്ടുണ്ടായിരിക്കും. മൺവിളക്കല്ല, നമ്മുടെ എന്താ പറയാ, കെറോക്സിൻ ലാമ്പ്. എന്താ കെറോക്സിൻ ലാമ്പ്? മണ്ണെണ്ണ വിളക്ക് കണ്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വീട്ടിൽ തിരി കത്തിച്ചിരിക്കുന്നതെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. നമ്മുടെ വിളക്ക് നമ്മുടെ എന്താ നിലവിളക്കിനകത്ത് തിരിയിട്ട് കത്തിച്ചിരിക്കുന്നതെങ്കിലും ഉണ്ടാവും. എങ്ങനെയാണ് ഈ തിരിക്കകത്തേക്ക്, തിരിയുടെ അറ്റത്ത് നിന്നാണ് ഈ പറയുന്ന ജ്വാല കത്തുന്നത്? തിരി കിടക്കുന്ന എണ്ണക്കകത്താണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും. ഇങ്ങനെ മണ്ണെണ്ണ വിളക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഈ മണ്ണെണ്ണ വിളക്കിനകത്ത് കൂടി നനവ് പറന്ന് മേളിലെത്തി ഇതിന്റെ തുമ്പത്ത് നിന്നായിരിക്കും ഈ പറയുന്ന ജ്വാല കത്തുന്നത്. അപ്പൊ ഈ തിരിയിൽ കൂടി വെള്ളം മുകളിലേക്ക്, അല്ലെങ്കിൽ കെറോക്സിൻ മുകളിലേക്ക്, അല്ലെങ്കിൽ മണ്ണെണ്ണ മുകളിലേക്ക് കയറുന്നുണ്ട്. വൈ ബിക്കോസ് ഓഫ് കാപ്പിലറി റൈസ്. വൈ ബിക്കോസ് ഓഫ് കാപ്പിലാരിറ്റി. അതിന് കാരണം കേശികത്വമാണ്. കേശികത്വം ഉള്ളത് കൊണ്ടാണ് ഇത് മുകളിലേക്ക് ഉയരുന്നത്. പരീക്ഷകർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇവിടെ നമ്മൾ തിരി മാറ്റിയിട്ട് ഒരു ചോക്ക് പീസ് ആണ് വെക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്തിട്ടൊന്ന് പറഞ്ഞു. ചോക്ക് പീസ് ആണ് വെക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? വാട്ട് ഹാപ്പൻസ് ഇഫ് യു പ്ലേസ് എ ചോക്ക് പീസ് ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ത്രെഡ്? ഈ നൂലിന് പകരം, ഈ തിരിക്ക് പകരം നമ്മൾ ത്രെഡ് ആണ്, ഈ ചോക്ക് പീസ് ആണ് വെക്കുന്നതെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? സിമ്പിൾ, റൈറ്റ്? നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ചോക്ക് പീസിനെ വെള്ളത്തിനകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും?
ചോക്ക് മൊത്തം നനയും. ചെറിയൊരു പീസ് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ചോക്ക് മൊത്തത്തിൽ നനയും. കാരണം ചോക്കിനകത്ത് വളരെ ചെറിയ സുഷിരങ്ങളുണ്ട്, അതിനകത്തൂടെ ഇത് മുഴുവൻ നനയും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാനൊരു തീ മണ്ണെണ്ണയ്ക്കകത്താണ് ഈ പറയുന്ന ചോക്ക് പീസ് ഇട്ട് വെക്കുന്നതെങ്കിൽ ഇതിന്റെ അറ്റത്ത് തീ കത്താൻ കാരണമാകും. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് കാപ്പിലറി റൈസ് ഓഫ് കെറോക്സിൻ. മണ്ണെണ്ണയ്ക്കുണ്ടായ കേശിക ഉയർച്ചയാണ് അതിന് കാരണം. ഓക്കെ, these are the simple phenomena that related with the capillarity. കാപ്പിലാരിറ്റിയുമായി ബന്ധപ്പെട്ട, കേശികത്വവുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയുള്ള ഫിനോമിനാസും എക്സാമ്പിൾസും ഒക്കെ ഇതാണ്. ഇതോടെ നമ്മുടെ കാപ്പിലാരിറ്റി, കേശികത്വം എന്ന് പറയുന്ന ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കേണ്ടത് വളരെ രസകരമായിട്ടുള്ള മറ്റൊരു കാര്യമാണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊരു ചെറിയ പരീക്ഷണത്തിലൂടെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാം. ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, എളുപ്പമാണ്, നോക്കിക്കോണം. ഞാനൊരു ചെറിയ ഒരു ഗ്ലാസിന്റെ ഒരു ചെറിയ ഗ്ലാസ് സ്ലൈഡ് എടുക്കും. നമ്മുടെ കണ്ണാടി നോക്കുന്ന, മുഖം നോക്കുന്ന ഗ്ലാസ് എടുത്താലും മതി. അല്ലെന്നുണ്ടെങ്കിൽ ഗ്ലാസ് ഇല്ലാത്തവർക്ക് വീട്ടിലെ പിന്നെ ചോറ് കഴിക്കുന്ന പ്ലേറ്റ് എടുത്താലും മതി. ഈ പ്ലേറ്റ് എടുക്കുന്നു. ഇതിനകത്തേക്ക് 3 ലിക്വിഡിനെ, 1 2 3 A B C 3 ലിക്വിഡിന്റെ ഓരോ തുള്ളികൾ ഞാൻ ഇവിടെ പ്രതിഷ്ഠിക്കുന്നു. ഏതൊക്കെയാണ് ലിക്വിഡ് എന്ന് വെച്ചാൽ A എന്ന് പറയുന്നത് വാട്ടർ, ജലം. ബി എന്ന് പറയുന്നത് ഓയിൽ, എണ്ണ. എന്തെണ്ണാണല്ലോ ഉപയോഗിക്കാം, വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ പിന്നെ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും. സി എന്ന് പറയുന്നത് ഹണി അഥവാ തേൻ. 3 സാധനങ്ങളാണ് ഞാൻ എടുത്തത്: ജലം, ഓയിൽ, ഹണി. അപ്പൊ ഞാൻ ഒരു ഗ്ലാസിന്റെ ഒരു ചെറിയ പ്ലേറ്റ് എടുത്തിട്ട് അതിനകത്ത് 3 ലിക്വിഡ്സ് 1 2 3 ABC എന്ന് പറഞ്ഞ് ഞാൻ ഇതിനെ പിന്നെ അങ്ങോട്ട് വെച്ചു, തുള്ളികളായി വെച്ചു. ഇനി ഞാൻ ജസ്റ്റ് ഇതിനെ ഒന്ന് ചരിച്ചിട്ട് ഇവന്മാർ തമ്മിൽ ഒരു ഓട്ട മത്സരം നടത്താനായിട്ട് പോവുകയാണ്. ഇവന്മാർ തമ്മിൽ ഒരു റൈസ്. ദിസ് ഈസ് ദ ഫിനിഷിംഗ് പോയിന്റ്. ഞാൻ ഇതിനെ ഒന്ന് ചരിക്കുകയാണ്, ഞാൻ ടിൽറ്റ് ചെയ്യുകയാണ്, ഇതിനെ ഒന്ന് ചരിക്കുകയാണ്. ചരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കോമൺ സെൻസ് വെച്ച് പറയാൻ പറ്റും ആദ്യം ജയിക്കുന്നത് വെള്ളമായിരിക്കും. പിന്നെ വരുന്നത് വെളിച്ചെണ്ണയായിരിക്കും സെക്കൻഡ്. എന്നാൽ തേൻ, ഹണി എന്ന് പറയുന്നത് വളരെ പതിയെ വരത്തുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനെ മുന്നേ ഒരേ സമയമാണ് ഞാൻ ചരിച്ചത്, ഒരേ സമയമാണ് ഇവന്മാർ സ്റ്റാർട്ട് ചെയ്തത്. ഇവന്മാർ ഒരേ സമയമാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ കൂടി ജയിച്ചത് വെള്ളവും അതിനുശേഷം വന്ന ഓയിലും അതിനുശേഷം വന്ന തേനുമാണ്. വീട്ടിൽ സംശയം ഉണ്ടെങ്കിൽ, ഈ സാധനങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. ഓക്കെ, വൈ, എന്തുകൊണ്ടാണ് ഇതിന്റെ കാരണം? അതിന്റെ കാരണം അറിയണമെങ്കിൽ ഒരാൾ ചലിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ മോഷനെ തടസ്സപ്പെടുത്തുന്ന ഫോഴ്സ് ഏതാണെന്ന് അറിയണം. അല്ലെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന, മോഷനിലായിരിക്കുന്ന ഒരു വസ്തുവിന്റെ മോഷനെ റെസിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സ് ഏതാണെന്ന് നിങ്ങൾ അറിയണം. അത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ പ്രതലങ്ങൾക്കിടയിൽ അവയുടെ മോഷനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ, അവയുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഓപ്പോസിറ്റ് ആയിട്ട് അനുഭവപ്പെടുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഘർഷണം അഥവാ ഫ്രിക്ഷൻ. അപ്പോ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ പ്രതലങ്ങൾ തമ്മിൽ അവയുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ, അവയുടെ മോഷനെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ദാറ്റ് ഫോഴ്സ് ഈസ് കാൾഡ് ഫ്രിക്ഷൻ, ഘർഷണബലം. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഫ്രിക്ഷനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫ്രിക്ഷനെ കുറിച്ച് അറിയാമെങ്കിൽ ഇവിടെ സംഭവിച്ച കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനുവേണ്ടി നിങ്ങൾക്ക് ഞാൻ വളരെ ഒഴുക്കുള്ള ഒരു നദിയെ കുറിച്ച് കാണിച്ചു തരാം. നിങ്ങൾ വളരെ മഴ പെയ്യുന്ന സമയത്ത് തോട്ടിലല്ല വലിയ ആറിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, ആറിന്റെ ഒക്കെ കരയെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ, ആറിന്റെ മുകളിലത്തെ ഭാഗം വളരെ പയ്യായിരിക്കും ഒഴുകുന്നത്. അപ്പൊ മുകളിൽ കൂടെ ഒരു സാധനം പോയി കഴിഞ്ഞാൽ വളരെ പതിയായിരിക്കും ഒഴുകുന്നത്. എന്നാൽ നമ്മൾ ഇതിന്റെ ഉള്ളിലോട്ട് പെട്ട് കഴിഞ്ഞാൽ, ഇവിടെയാണ് പെടുന്നതെങ്കിൽ ഇവിടെ ഭയങ്കര ഒഴുക്കായിരിക്കും. ഇത് നമ്മൾ ഇതിനെ ഒരു വാക്ക് തന്നെയുണ്ട്, അടിയൊഴുക്ക് നമ്മൾ വിളിക്കാറുണ്ട്. അടിയൊഴുക്ക്. എന്താ അടിയൊഴുക്ക് എന്ന് പറഞ്ഞാൽ മുകളിലത്തെ ഭാഗത്തേക്കാൾ താഴെയുള്ള ഭാഗത്തിന് ഒഴുക്ക് കൂടുതലാണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഇവിടെ ലിക്വിഡ്സ് ഒഴുകുന്നത് ഓരോ ലെയർ ആയിട്ടാണ്.
ഓരോ പാളികളായിട്ടാണ്. ദ്രാവക പടലം എന്ന് വിളിക്കുന്നത് മലയാളത്തിൽ. ലിക്വിഡ് ലേയേഴ്സ് ഓഫ് ലിക്വിഡ്. നിങ്ങൾ നോക്കിയേ, ഏറ്റവും മുകളിൽ ഒരു പാളിയുണ്ട്, അതിന്റെ താഴെ മറ്റൊരു പാളിയുണ്ട്, അതിന്റെ താഴെ മറ്റൊരു പാളിയുണ്ട്. അതാണ് അടിയൊഴുക്ക് എന്ന് വിളിക്കുന്നത്. ഈ പാളിക്ക് ഒഴുക്ക് ഇച്ചിരി കൂടെ കൂടുതലായിരിക്കും, അതുകൊണ്ടാണ് അടിയൊഴുക്ക് എന്ന് വിളിക്കുന്നത്. മുകളിലത്തെ പാളിക്ക് ഒഴുക്ക് കുറവായിരിക്കും. അപ്പോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ദ്രാവകം എങ്ങനെയാണ് ഒഴുകുന്നത്. ദ്രാവക പടലങ്ങളായാണ് ഒഴുകുന്നത്. ദ്രാവക പടലം. എന്താണ് പടലം എന്ന് പറഞ്ഞാൽ? ലിക്വിഡ് ലേയേഴ്സ്. ഓക്കെ, അപ്പോ ലിക്വിഡ്സ് ലേയേഴ്സ് ആയിട്ടാണ് ഒഴുകുന്നത്. അപ്പോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഇവിടെ ഒരു ലെയർ ഉണ്ട്, ഇവിടെ ലെയർ ഉണ്ട്, ഇവിടെ ലെയർ ഉണ്ട്. അതായത് മൊത്തം 2 ലെയർ. ഇത് ഒന്നാമത്തെ ലെയർ, ഇത് രണ്ടാമത്തെ ലെയർ. ഇങ്ങനെ 2 ലെയർ എടുക്കുകയാണെങ്കിൽ ഈ ലെയർ അങ്ങോട്ട് പോകുന്നുണ്ട്, ഈ ലെയറും അതിന്റെ കൂടെ ഒഴുകുന്നുണ്ട്. പക്ഷേ ഇവന്മാരുടെ 2 പേരുടെയും സർഫസുകൾ തമ്മിൽ കോണ്ടാക്റ്റിലല്ലേ? പ്രതലങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റിലല്ലേ? അങ്ങനെ പ്രതലങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റിൽ വരുമ്പോൾ അവയുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സിനെ നമ്മൾ ഫ്രിക്ഷൻ എന്ന് വിളിച്ച, വിച്ച് മീൻസ് ഇവിടെ വസ്തുക്കൾക്കിടയിൽ മോഷനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഫ്രിക്ഷൻ അനുഭവപ്പെടുന്നത് പോലെ തന്നെ ഈ 2 ലെയറുകൾക്കിടയിലും എന്തനുഭവപ്പെടുന്നുണ്ട്? ഫ്രിക്ഷൻ അനുഭവപ്പെടുന്നുണ്ട്. ഈ 2 പടലങ്ങൾക്കിടയിലും എന്തനുഭവപ്പെടുന്നുണ്ട്? കർഷണം അനുഭവപ്പെടുന്നുണ്ട്. അപ്പോ ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ആപേക്ഷിക ചലനം എന്നാണ് അതിനെ വിളിക്കുന്നത്. ആപേക്ഷിക ചലനം വെച്ചാൽ ഒന്നിനെ വെച്ച് മറ്റേത് ചലിക്കുക എന്നാണ് അർത്ഥം. ഒന്നുമില്ല, ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അവയുടെ ദ്രാവക പടലങ്ങൾക്കിടയിൽ എതിർദിശയിൽ അനുഭവപ്പെടുന്ന ഒരു കർഷണ ബലമുണ്ട്. ആ കർഷണ ബലത്തെ അതിനെ വിളിക്കുന്ന പേരാണ് വിസ്കസ് ബലം. അതിനൊരു പ്രത്യേക പേരിട്ടാണ് നമ്മൾ വിളിക്കുന്നത്, വിസ്കസ് ബലം. അതായത് ദ്രാവകങ്ങളിൽ അനുഭവപ്പെടുന്ന കർഷണ ബലത്തെയാണ് നമ്മൾ വിസ്കസ് ബലം എന്ന് വിളിക്കുന്നത്. അപ്പോ മൂവ് ചെയ്യുന്ന ലിക്വിഡ് ലെയേഴ്സിന്റെ ഇടയിൽ അതിന്റെ റിലേറ്റീവ് മോഷനെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ മോഷനെ എഗെയിൻസ്റ്റ് ആയിട്ട് അനുഭവപ്പെടുന്ന ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. ആ ഫ്രിക്ഷണൽ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് വിസ്കസ് ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ 3 ദ്രാവകങ്ങൾ തമ്മിലുള്ള ചലനം വ്യത്യാസപ്പെടാനുള്ള കാരണം അവയിൽ ഉണ്ടായ വിസ്കസ് ബലമാണ്. ഇങ്ങനെ ലിക്വിഡ്സിന്റെ വിസ്കസ് ബലം എക്സ്പീരിയൻസ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ പ്രത്യേകത. ഓരോന്നിനും ഓരോ പ്രത്യേകതയല്ലേ? ഇതിന്റെ പ്രത്യേകത അല്ല ഇതിന്റെ പ്രത്യേകത അല്ല ഇങ്ങനെ പ്രത്യേകതയെ വിളിക്കുന്ന പേരാണ് വിസ്കോസിറ്റി. അപ്പൊ എന്താണ് വിസ്കസ് ബലം, എന്താണ് വിസ്കോസിറ്റി എന്ന് മനസ്സിലായല്ലോ. ദ്രാവകങ്ങൾ ഒഴുകുന്നത് പടലങ്ങളായാണ്, ലേയേഴ്സ് ആയിട്ടാണ്. അവയുടെ ലെയറുകൾക്കിടയിൽ അവയുടെ മോഷനെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. ആ ഫ്രിക്ഷണൽ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് വിസ്കസ് ഫോഴ്സ്. ആ വിസ്കസ് ഫോഴ്സ് അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ വിസ്കസ് ബലം അനുഭവപ്പെടാനുള്ള ഒരു ലിക്വിഡിന്റെ പ്രത്യേകതയെ വിളിക്കുന്ന പേരാണ് എന്ത്? വിസ്കോസിറ്റി. ഓക്കെ, സിമ്പിൾ ആണ്. ദ്രാവകങ്ങൾ ഒഴുകുന്നത് ലെയറായിട്ടാണ്, ദ്രാവക പടലങ്ങളായാണ്. ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ എതിർദിശയിൽ അനുഭവപ്പെടുന്ന ഒരു ബലമുണ്ട്. അതിനെ നമ്മൾ അതൊരു കർഷണ ബലമാണ്. ആ കർഷണ ബലത്തെ നമ്മൾ വിസ്കസ് ബലം എന്ന് വിളിക്കും. ഒരു ലിക്വിഡിന്, ഒരു ദ്രാവകത്തിന് വിസ്കസ് ബലം അനുഭവപ്പെടുന്ന പ്രത്യേകതയെ വിളിക്കുന്ന പേരാണ് എന്ത്? അതിനെ വിളിക്കുന്ന പേരാണ് വിസ്കോസിറ്റി. ടെക്സ്റ്റിൽ ഇതിന്റെ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് കൊടുത്തിരിക്കുന്നത്? ബിറ്റ്വീൻ ദ ലേയേഴ്സ് ഓഫ് എ ലിക്വിഡ്, ലിക്വിഡ്സിന്റെ ലെയറുകൾക്കിടയിൽ അവയുടെ റിലേറ്റീവ് മോഷനെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, ഒരു കർഷണ ബലം അനുഭവപ്പെടുന്നുണ്ട്. അതായത് ലിക്വിഡ്സ് ചലിക്കുന്നത് ഇങ്ങോട്ടാണ്, പക്ഷെ അതിന്റെ ലെയറുകൾക്കിടയിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. ദാറ്റ് ഫോഴ്സ് ഈസ് കാൾഡ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അങ്ങനെ അനുഭവപ്പെടുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെ വിളിക്കുന്ന പ്രത്യേക പേരാണ് വിസ്കസ് ഫോഴ്സ്. ലിക്വിഡിന്റെ കേസിൽ അതിനെ വിസ്കസ് ഫോഴ്സ് എന്ന് വിളിക്കും. അങ്ങനെ വിസ്കസ് ഫോഴ്സ് കാണിക്കാനുള്ള ഒരു ലിക്വിഡിന്റെ പ്രത്യേകതയെ വിളിക്കുന്ന പേരാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? ദാറ്റ് ഈസ് കാൾഡ് വിസ്കോസിറ്റി. ഓക്കെ, അപ്പൊ ഈ വിസ്കോസിറ്റിയിൽ ഉണ്ടായ വ്യത്യാസമാണ് ഒഴുകുന്നതിലുണ്ടായ വ്യത്യാസം. ഇപ്പം ലെയറുകളായി ഒഴുകിക്കൊണ്ടിരിക്കും. എങ്ങനെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഇതിന്റെ എതിർദിശയിൽ ഒരു ബലം അനുഭവപ്പെട്ട് ഞാൻ ഒഴുക്ക് കൂടുമോ കുറയുമോ? നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരാൾ നിങ്ങൾ ഇങ്ങോട്ട് തള്ളുകയാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അങ്ങോട്ടുള്ള മോഷൻ കുറയുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ
അങ്ങനെയാണെങ്കിൽ ഇവിടെ വിസ്കോസിറ്റി കൂടിയ ഒരു ലിക്വിഡുമുണ്ട്, കുറഞ്ഞ ഒരു ലിക്വിഡുമുണ്ട്. ഇതിന് റെസിസ്റ്റീവ് ഫോഴ്സ് കൂടുതലായിരുന്നു, കർഷണബലം കൂടുതലായിരുന്നു. കർഷണം അല്ലെങ്കിൽ നമ്മൾ അവന്റെ ലിക്വിഡിന്റെ കേസിൽ എന്ത് വിളിക്കും? വിസ്കസ് ബലം. വിസ്കസ് ബലം, വിസ്കസ് ബലം അവന് കൂടുതലായിരുന്നു, അതുകൊണ്ടാണ് അവൻ പതിയെ ഒഴുകിയത്. വിസ്കസ് ബലം കൂടുതലായിരുന്നുകൊണ്ടാണ് അവൻ പയ്യെ ഒഴുകിയത്. എന്നാൽ വിസ്കസ് ബലം, വിസ്കോസിറ്റി കുറവായതുകൊണ്ട് ഇവൻ വളരെ വേഗതയിൽ ഒഴുകി. അങ്ങനെയാണെങ്കിൽ വിസ്കോസിറ്റി കൂടിയ ലിക്വിഡ്സും ഉണ്ട്, കുറഞ്ഞ ലിക്വിഡ്സും ഉണ്ട്. വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങളും ഉണ്ട്, കുറഞ്ഞ ദ്രാവകമുണ്ട്. വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങൾ നമ്മൾ വിളിക്കുന്ന പേരാണ് വിസ്കസ് ദ്രാവകങ്ങൾ. ഇംഗ്ലീഷിൽ എന്ത് വിളിക്കും അതിനെ? വിസ്കസ് ലിക്വിഡ്സ് എന്ന് വിളിക്കും. വിസ്കസ് ലിക്വിഡ്സ്. എന്താ വിസ്കസ് ലിക്വിഡ്സ് എന്ന് പറഞ്ഞാൽ? വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങൾ. എന്നാൽ ഇവിടെ വിസ്കോസിറ്റി കുറവായിരുന്നു. വിസ്കോസിറ്റി കുറഞ്ഞ ദ്രാവകങ്ങൾ വളരെ വേഗത്തിൽ ഒഴുകും, അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ മൊബൈൽ ദ്രാവകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. മൊബൈൽ ദ്രാവകങ്ങൾ. ഇംഗ്ലീഷിൽ അവനെ മൊബൈൽ ലിക്വിഡ്സ് എന്ന് വിളിക്കും. അപ്പോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, വിസ്കോസിറ്റി കൂടിയ ലിക്വിഡ്സും ഉണ്ട്, കുറഞ്ഞ ലിക്വിഡ്സും ഉണ്ട്. വിസ്കോസിറ്റി കൂടിയ ലിക്വിഡ്സിനെ നമ്മൾ വിസ്കസ് ലിക്വിഡ്സ് എന്നും വിസ്കോസിറ്റി കുറഞ്ഞ ലിക്വിഡ്സിനെ നമ്മൾ മൊബൈൽ ലിക്വിഡ്സ് എന്നും വിളിക്കും. വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങളെ വിസ്കസ് ദ്രാവകങ്ങളെന്നും കുറഞ്ഞ ദ്രാവകങ്ങളെ മൊബൈൽ ദ്രാവകങ്ങൾ എന്ന് വിളിക്കും. വിസ്കോസിറ്റി കൂടിയ ദ്രാവകത്തിന് ഉദാഹരണമാണ് ഹണി അഥവാ തേൻ. വിസ്കോസിറ്റി കുറഞ്ഞ ദ്രാവകത്തിന് ഉദാഹരണമാണ് വാട്ടർ അഥവാ ജലം. ഇത് നിങ്ങൾക്കൊരു വർക്കായിട്ട് ഞാൻ തരികയാണ്. വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങളും കുറഞ്ഞ ദ്രാവകങ്ങളും കണ്ടെത്തുക. കണ്ടെത്താൻ എളുപ്പമാണ്. വിസ്കോസിറ്റി കൂടിയാൽ ഒഴുക്ക് കുറയും. പയ്യെ ഒഴുകുന്നതിനൊക്കെ നല്ല വിസ്കോസിറ്റി ആയിരിക്കും, വേഗത്തിൽ ഒഴുകുന്നതിനൊക്കെ വിസ്കോസിറ്റി കുറവായിരിക്കും. ഓക്കെ, വളരെ സിമ്പിൾ. ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. ഈ വിസ്കോസിറ്റിയും ടെമ്പറേച്ചറുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്, താപനിലയുമായിട്ട് ചെറിയ ബന്ധമുണ്ട്. ഞാൻ ഇതേ പ്ലേറ്റിന്റെ അടിഭാഗത്ത് അല്പം ചൂട് കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ചൂട് കൊടുത്തു കഴിഞ്ഞാൽ ഇവന്മാരുടെ എല്ലാം വേഗത വീണ്ടും കൂടും. ചൂട് കൊടുത്തു കഴിഞ്ഞാൽ ഒഴുക്കിന്റെ വേഗത കൂടും, അല്ലെങ്കിൽ താപനില കൂടിക്കഴിഞ്ഞാൽ, ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഒഴുക്ക് കൂടും എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അതിനിടയിൽ അനുഭവപ്പെടുന്ന കർഷണ ബലം അഥവാ വിസ്കസ് ഫോഴ്സ് കുറഞ്ഞു എന്നല്ലേ? which indicates that temperature increases, viscosity decreases. അതിന്റെ അർത്ഥം എന്താണ്? ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ വിസ്കസ് ബലം കുറയും, അതുകൊണ്ടാണ് ഇത് വളരെ വേഗത്തിൽ ഒഴുകിയത്. ഓക്കെ, ശ്രദ്ധിക്കുക. താപനില കൂടിക്കഴിഞ്ഞാൽ, ചൂട് കൊടുത്തു കഴിഞ്ഞാൽ അല്പം വേഗതയിൽ ഒഴുകും. വേഗതയിൽ ഒഴുകിയാൽ അതിന്റെ അർത്ഥം വിസ്കോസിറ്റി കുറയും എന്നാണ്. വിസ്കോസിറ്റി കുറയും, വിസ്കസ് ബലം കുറയും, വിസ്കസ് ഫോഴ്സ് റിഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ടെമ്പറേച്ചർ കൂടിയാൽ വിസ്കോസിറ്റി കുറയുന്നു, മോഷൻ ഒഴുക്ക് കൂടുന്നു. ടെമ്പറേച്ചർ കുറഞ്ഞാൽ വിസ്കോസിറ്റി കൂടുന്നു, ഒഴുക്ക് കുറയുന്നു. നമ്മുടെ ശരീരത്തിൽ ഒരു ലിക്വിഡ് ഉണ്ട്. ആ ലിക്വിഡിന്റെ പേരാണ് ബ്ലഡ്. അറിയാമല്ലോ എല്ലാവർക്കും, ബ്ലഡ് അഥവാ ചോര, രക്തം. നമുക്ക് ഷോക്ക് അടിക്കുകയാണെങ്കിൽ, നമുക്ക് പെട്ടെന്ന് എവിടെന്നേലും കാരണവശാൽ ഇപ്പൊ ഞാൻ എവിടെയെങ്കിലും ഇവിടുത്തെ വയറിലങ്ങനെ കയറി പിടിച്ച് പെട്ടെന്ന് എനിക്ക് ഷോക്ക് അടിക്കുകയാണെങ്കിൽ നമ്മൾ ചില ഫസ്റ്റ് എയ്ഡുകൾ കൊടുക്കാറുണ്ട്, ചില പ്രഥമ ശുശ്രൂഷകൾ നൽകാറുണ്ട്. അതിലൊരു പ്രഥമ ശുശ്രൂഷയാണ് നമ്മുടെ കൈയും കാലും ഒക്കെ പിടിച്ച് തിരുമുക എന്ന് പറയുന്ന ഒരു പരിപാടി. ഓക്കെ, തിരുമുക. ഞാൻ ചോദിക്കുന്നത്, ഇത്തരത്തിൽ തിരുമുന്നത് എന്തിനു വേണ്ടിയാണ്? സിമ്പിളാണ്. നിങ്ങൾ ഷോക്ക് അടിച്ച ഒരാളുടെ ശരീരത്തെ തൊട്ട് നോക്കിയാൽ അയാളുടെ ശരീരം തണുക്കുന്നതായി കാണാൻ പറ്റും. തണുത്തു കഴിഞ്ഞാൽ അഥവാ ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ലിക്വിഡാണ് ബ്ലഡ്, ബ്ലഡിന്റെ വിസ്കോസിറ്റി കൂടും. അങ്ങനെയാണെങ്കിൽ മോഷൻ കുറയും, അതായത് ഒഴുക്ക് കുറയും. ശരീരത്തിൽ കൂടെയുള്ള ബ്ലഡിന്റെ ഒഴുക്ക് കുറയും. നിങ്ങൾ ആലോചിക്കണം, ശരീരത്തിൽ കൂടെ ബ്ലഡ് ഒഴുകില്ല നമ്മൾ ജീവിച്ചിരിക്കൂ? ഇല്ല, മരിച്ചു. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? തടവുകയും തിരുമുകയും ചെയ്യുന്നത്. റബ്ബിങ് ആൻഡ് മസാജിങ്. While rubbing and massaging, the temperature of the body increases. Due to this increase in temperature, the viscosity of the liquid, viscosity of the blood decreases. Due to this, the blood flows much smoothly. അത് കാരണം ബ്ലഡ് നല്ല വേഗത്തിൽ ഒഴുകുന്നതായി കാണാം. അതായത്
തിരുമുന്ന സമയത്ത് ടെമ്പറേച്ചർ താപനില കൂടും. താപനില കൂടിയാൽ രക്തത്തിന്റെ വിസ്കോസിറ്റി കുറയും. വിസ്കോസിറ്റി കുറഞ്ഞാൽ നല്ല വേഗതയിൽ ഒഴുകും. മോഷൻ കൂടും, ചലനം കൂടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് ചെയ്യുന്ന സമയത്ത് ഒരാള് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് അറ്റാക്ക് പറ്റിയോ അല്ലെങ്കിൽ അയാൾക്ക് ഷോക്ക്, പ്രധാനമായിട്ട് ഷോക്ക് അടിക്കുമ്പോഴേ നമ്മൾ കയ്യും കാലും ഒക്കെ പിടിച്ച് തിരുമി കൊടുക്കുന്നതിന് കാരണം ഇതാണ്. ചിലപ്പോൾ നമുക്ക് പനി പിടിച്ച് കിടക്കുമ്പോൾ അച്ഛനും അമ്മയൊക്കെ ചെയ്യാറുള്ള ഒരു പരിപാടിയാണ്, കാല് പിടിച്ച് തിരുമ്പി തരും. എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ ബ്ലഡിന്റെ സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ്, രക്തയോട്ടം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് എന്താണ് കാരണം? അതിന് കാരണം ഈ പറയുന്ന വിസ്കോസിറ്റിയാണ്. നമ്മൾ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. എനിക്കറിയാം ഒരല്പം ബുദ്ധിമുട്ടുള്ള ഒരു ക്ലാസ് ആണിത്, എനിക്കറിയാം ഒരല്പം ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടി നിങ്ങൾ പഠിക്കാനായി ശ്രമിക്കുക. വളരെ എളുപ്പമാണ്, പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇന്ന് പഠിച്ച ഈ ടോപ്പിക്കുകളെല്ലാം പരീക്ഷയ്ക്ക് പ്രധാനമായിട്ട് സ്ഥിരമായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ചില ചോദ്യങ്ങളാണ്, ഏരിയാസ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ഇതിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. ഡൗട്ടുള്ളവർ കൃത്യമായിട്ട് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ക്ലാസ് ടീച്ചർമാരോട് ചോദിക്കുക. പിന്നെ ഈ ഒരു ക്ലാസ് നിങ്ങൾ കണ്ടതിന് ശേഷം ടെക്സ്റ്റ് നന്നായിട്ടൊരു 3-4 തവണയൊന്ന് വായിക്കുക. ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ ഏകദേശം ഇതിനെക്കുറിച്ചൊരു ധാരണ കിട്ടും. അതിനുശേഷം പരീക്ഷയെ നന്നായിട്ട് സമീപിക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു.